എപ്പോ ഞങ്ങളെ വീട്ടിൽ തങ്ങി നിൽക്കുന്ന ഒരു പേരാണ് ശബരീഷ്. അവൻ മരണപ്പെട്ടതുകൊണ്ട് ഇപ്പൊ ഞങ്ങളോട് തന്നെ അവനിപ്പോ ഉണ്ട് എന്നാണ് ഞാൻ അതാധരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഹോട്ടലിലോടൊക്കെ ഞാൻ ഇത്രയും കൂടുതൽ താല്പര്യം കാണിക്കുന്നത് അവൻ്റെ ഒരു വികാരമാണ്. അത് എനിക്ക് കൂടുതൽ പറയാൻ പറ്റില്ല, മനസ്സിലായില്ലേ? ഏത് ഹോട്ടൽ കാണുമ്പോൾ എനിക്ക് അതിൻ്റെ ചിന്ത മാത്രമേ ഉള്ളൂ. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കാരണം അത് വലിയൊരു ഒരു എൻ്റെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ശക്തിയായിരുന്നത്. അത് ദൈവം എടുത്തിട്ട് നമ്മളെ തന്നെ ആ ശക്തി നമ്മളെ മുമ്പിൽ വേഗം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചോദിച്ചത്. നിങ്ങളെ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലേശം പതറിപ്പോയത്. ഇനി നമുക്ക് ആ പേരിലേക്ക് എത്താം. ഗോകുലം ഗോപാലൻ എന്നുള്ളത്, ഈ ഗോകുലം എന്നുള്ളത് എന്താ? അത് വീട്ടുപേരാണോ? എങ്ങനെയാ ഈ പേര് വന്നത്? എങ്ങനെയാണ് ഈ പേര് വന്നത് വെച്ചാൽ ഗോകുലം എന്ന് പറഞ്ഞത് ഞാൻ ആദ്യം പിന്നെ ക്ഷേത്രത്തിൽ പോവാം. ഞാൻ ഗുരുവായൂർ എന്നെ അഞ്ച് വയസ്സിൽ തന്നെ എല്ലാ ക്ഷേത്രത്തിലും അച്ഛൻ കൊണ്ടുപോകാൻ എനിക്ക് ഓർമ്മയുണ്ട്. ക്ഷേത്രത്തിൽ പോകാന്നുള്ളത്. ഗോകുലത്തിൽ പോകുമ്പോൾ ഈ ഗോകുലം എന്നുള്ള അർത്ഥം എന്താണെന്ന് ചോദിച്ചു. ഗോകുലം എന്ന് വെച്ചാൽ പശുക്കൾ ആലയം ഒന്നുണ്ട്, ഏറ്റവും നല്ലത് നടക്കുന്ന ഒരു സ്ഥലം എന്നുള്ള ഒരു ഇതുമുണ്ട്, മനസ്സിലായില്ലേ? ഏറ്റവും നല്ല കാര്യങ്ങൾ നടക്കുന്ന ഗോ എന്ന് വെച്ചാൽ നന്മ എന്നുള്ള ഒരു അർത്ഥം കൂടിയുണ്ട്. നന്മയുടെ ഒരു കുലം, ഒരു സ്ഥലം എന്നാണ് ഗോകുലത്തിൻ്റെ അർത്ഥം. അപ്പോൾ ആ പേര് എൻ്റെ മനസ്സിൽ നന്നായിട്ടുണ്ടായി. ഇപ്പൊ എൻ്റെ വീട് അമ്പലത്തിൽ മീത്തൽ എന്നാണ് എൻ്റെ വീട്ടിന്റെ പേര്. അമ്പലത്തിൽ ഒരു അമ്പലമുണ്ട് എൻ്റെ വീട്ടിന്റെ അതിന്റെ മീത്തലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതിന്റെ കുറച്ച് അടുത്ത് തന്നെ. അപ്പൊ ഞാൻ പഠിച്ചതെല്ലാം അവിടെ തന്നെയാണ്. അപ്പൊ അമ്പലത്തിൽ മീത്തൽ. അപ്പൊ ആ പേര് അമ്പലത്തിൽ ഞാൻ GA മീത്തൽ എന്നൊക്കെ പറയാൻ എൻ്റെ പേരൊക്കെ കൊടുക്കാൻ നോക്കിയിരുന്നു. അതൊക്കെ ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നല്ല ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ, ആ നന്മയുടെ സ്ഥലം എന്നുള്ള ഒരു പേര്, അതാ ഗോകുലം എന്നുള്ള പേര്. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിൻ്റെ പേരും പേരും. അപ്പോൾ ഞാൻ ഗോകുലം, അപ്പോൾ എൻ്റെ കമ്പനിൻ്റെ പേര് തീരുമാനിക്കും എല്ലാം ആ ഗോകുലത്തിൽ നിന്നുള്ള പേരെടുത്ത് അത് ഗോകുലം എന്നായി മാറി. ഞാൻ തന്നെ ഇട്ട പേര് ഞാൻ തന്നെ. പിന്നെ പശുക്കളോട് എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം ഞാൻ പിന്നെ പഠിച്ചു കഴിഞ്ഞ ഉടൻ തന്നെ തിരിച്ചു വന്നാൽ പശുവിൻ്റെ കാര്യമെടുത്ത് അച്ഛൻ തരും. ഇതിനെ തീറ്റിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞു. നിങ്ങളെ നാട് എവിടെയാ? തൃപ്പൂണിത്തര. നിങ്ങളെ പശുവിനൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പിന്നെ എന്റെ വീട്ടില് പശുക്കളുണ്ടായിരുന്നു. അപ്പൊ ആ പശുക്കളെ തീറ്റിക്കാന്നുള്ള അത് ചെയ്ത് 1 മണിക്കൂറോളം നമ്മൾ നിന്ന്. അത് കഴിഞ്ഞ് രാവിലെ ഞാൻ പാല് കുടിക്കുമ്പോൾ ഞാൻ തന്നെ കറക്കും. ഞാൻ തന്നെ കറക്കും. അപ്പൊ തന്നെ കുടിക്കോ പാല്? ആ നാടൻ തന്നെ എടുത്ത് 2 ഗ്ലാസും കുടിക്കും. അപ്പം പറയാ, വൈകുന്നേരം വന്ന് അച്ഛൻ പറയും, നീ രാവിലെ വന്ന് കറന്ന് കുടിക്കണ്ടേ, പോയിട്ട് കൊണ്ടുവന്ന് വരും, തിരിച്ചു കൊണ്ടുവരാന്ന് പറയും. അപ്പൊ അങ്ങനെയൊക്കെ അതിന്റെ പേരിൽ ഒരു പശുക്കളോട് പ്രത്യേകം വരുന്നുണ്ട്. അതും ഈ ഗോകുലത്തോട് ബന്ധപ്പെട്ടാണ്.